Welcome back to Bina's Competitive Mastery Kondamangalam and also welcome to our English class. So dear students, we were discussed this story, The Mysterious Picture, written by Charles de Costa. So yesterday we will discuss about the main character of this story, and who's the main character? Yes, Till Eulenspiegel and his donkey. And he was traveling to the court, and we will see the humorous character of our Till and his dialogue presentation to the captain and all. And he was also very hungry, right? And what is the last paragraph is about? Yes, he was very pleasing to king to have a seat in the court. And the last sentence we can see that I can see the empty velvet chair waiting to be filled. That was the last dialogue entry of Till. എന്താണ് ആ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്? എനിക്ക് ആ വെൽവെറ്റ് ചെയർ ഫില്ല് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറയാണല്ലേ. എനിക്ക് അവിടെ ഇരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൈനസിൽ അല്ലെങ്കിൽ കിങ്ങിൻ്റെ ആ ഒരു ഹൈനസിൽ എനിക്ക് ഇവിടെ ഒരു സ്ഥലം, നല്ലൊരു പെയിൻറ്ററായിട്ട് എനിക്ക് കോർട്ടിൽ നിൽക്കാനായിട്ടൊരു ആഗ്രഹമുണ്ടെന്ന് നമ്മുടെ ആരോട് പറയുന്നു? നമ്മുടെ കിങ്ങിനോട് ടില്ല് പറയാണ്. അപ്പം അത്രയുമാണ് നമ്മൾ ഇന്നലെ നോക്കിയതല്ലേ. പിന്നെ ടില്ലിൻ്റെ ഡയലോഗ് എൻട്രീസ് എങ്ങനെയായിരുന്നു കിങ്ങിനോട്? വളരെ പ്രീസിങ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രേസിങ് ആയിട്ടുള്ള ഒരു ഹൈനസ് എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള ഒരുപാട് നല്ല ഡയലോഗ് എൻട്രീസ് നമ്മൾ കണ്ടു അല്ലേ ഇന്നലെ. ഓക്കെ, സോ ടുഡേ വി വർ ഡിസ്കസ്ഡ് ദ നെക്സ്റ്റ് പാരഗ്രാഫ്. സോ ക്യാൻ വി സ്റ്റാർട്ട്? ഓക്കെ സ്റ്റുഡൻസ്. The Virgin's picture was a splendid painting and the Archduke made by his mind at once. അങ്ങനെ നമ്മുടെ കിങ്ങിന് ആ പെയിൻറ്റിങ് വളരെയധികം ഇഷ്ടപ്പെട്ടു. സ്പ്ലെൻഡിഡ് എന്ന് പറഞ്ഞാൽ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ് നമ്മുടെ കിങ്ങിന് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ മീനിങ്. അങ്ങനെ നമ്മുടെ ആർച്ച് ഡ്യൂക്ക് എന്ത് ചെയ്തു? മെയ്ഡപ്പ് ഹിസ് മൈൻഡ് അറ്റ് വൺസ്. അതിൻ്റെ മീനിങ് എന്താണ്? മെയ്ഡപ്പ് ഹിസ് മൈൻഡ് അറ്റ് വൺസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കുന്നതിനെയാണ് നമ്മൾ ആ ഒരു ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതൊരു ഫ്രേസാണ്. എന്താണ്? മെയ്ഡപ്പ് ഹിസ് മൈൻഡ് അറ്റ് വൺസ്. ആ ഒരു പിക്ചർ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ഡിസിഷൻ എടുത്തു. എന്ത് ഡിസിഷനാണ് എടുത്തത്? ഹി എംബ്രേസ്ഡ് ആൻഡ് കിസ്ഡ് ഹിം ഓൺ ബോത്ത് ചീക്സ്. ആരുടെ? നമ്മുടെ ടില്ലിൻ്റെ ചീക്സിൽ രണ്ട് സൈഡിലും ഉമ്മകൾ കൊടുത്തു എന്ന്, അല്ലെങ്കിൽ കിസ് ചെയ്തു. ഹി എംബ്രേസ്ഡ്, കെട്ടിപ്പിടിച്ചിട്ട്. എംബ്രേസ്ഡ് എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക. കെട്ടിപ്പിടിച്ച ശേഷം ഇദ്ദേഹം നമ്മുടെ ടില്ലിൻ്റെ രണ്ട് ചീക്സിലും ഉമ്മ കൊടുത്തു. ആൻഡ് ഹീ സെഡ്, എന്താണ് പറഞ്ഞത്? ഐ ഷാൽ ബി ഡിലൈറ്റഡ് ടു മേക്ക് യു മൈ കോട്ട് പെയിൻറ്റർ. എനിക്ക് വളരെ സന്തോഷമുള്ള, ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്സിനെ കാണിക്കുന്ന ഒരു വേർഡാണ്. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് നിങ്ങളെപ്പോലുള്ളൊരു നല്ലൊരു പെയിൻറ്ററിനെ എൻ്റെ കോട്ടിൽ വെക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ കിങ് സമ്മതിച്ചു കേട്ടോ. നമ്മുടെ കിങ് ടില്ലിനെ ആ ഒരു പെയിൻറ്റർ ആക്കാനായിട്ട്, കോട്ടിൻ്റെ ഒരു പെയിൻറ്റർ ആക്കാനായിട്ട് സമ്മതിക്കുകയാണ്. ഹി ഡയറക്റ്റഡ് ഹിം ടു ദി ചെയർ ആൻഡ് മെയ്ഡ് ഹിം സിറ്റ് ഓൺ ഇറ്റ്. അദ്ദേഹം ഡയറക്റ്റായിട്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു ചെയർ സമ്മാനമായിട്ട് കൊടുക്കുന്നു. വെൽ മൈ ഡിയർ ഫെലോ, ഹി സെഡ്. ആര്? നമ്മുടെ കിങ് പറഞ്ഞു. യു ഡു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ് ആൻഡ് യു സർട്ടൺലി സീം ടു നോ ഹൗ ടു യൂസ് ഇറ്റ്. അപ്പോൾ നമ്മുടെ ടില്ലിനെ പറ്റി നമ്മുടെ രാജാവ് എന്താ പറയുന്നത്? മൈ ഡിയർ ഫെല്ലോ. മൈ ഡിയർ ഫെല്ലോ എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്, എൻ്റെ സുഹൃത്തെ, നിങ്ങൾക്ക് നിങ്ങളുടെ നാവിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാനറിയാം എന്നുള്ളൊരു പ്രയോഗമാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. യു ഡു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ്. നിങ്ങളുടെ തലയിലെ മുകളിൽ നാവുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താണ്? നിങ്ങൾക്ക് നന്നായിട്ട് ഒരു കാര്യത്തിനെ കൈകാര്യം ചെയ്യാനായിട്ട് അറിയാം. ആൻഡ് യു സർട്ടൺലി സീം ടു നോ ഹൗ ടു യൂസ് ഇറ്റ്. നിങ്ങൾക്കത് തീർച്ചയായും, സർട്ടൺലി എന്ന് വെച്ചാൽ എന്താണ്? തീർച്ചയായും എന്നാണ് അതിൻ്റെ മീനിങ് കേട്ടോ. എല്ലാവരും അറിയാൻ പാടില്ലാത്ത വേർഡ്സിൻ്റെ മീനിങ് മുകളിൽ എഴുതി വെക്കുക. സർട്ടൺലി സീം ടു നോ ഹൗ ടു യൂസ് ഇറ്റ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എവിടേക്കാണ് വേർഡ്സ് യൂസ് ചെയ്യേണ്ടതെന്ന് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. യു ആർ വെരി ടോക്കറ്റീവ് ഫെല്ലോ ആർണ്ട് യു. എന്താണ് ചോദിക്കുന്നത്? നിങ്ങൾ വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ടോക്കറ്റീവ് എന്ന് പറയുന്നത്. ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് ചോദിക്കുകയാണ് അല്ലേ? ആർണ്ട് യു അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ടില്ല് മറുപടി പറഞ്ഞു. യുവർ ഹൈനസ്, may it please you to remember me and my donkey Jeff for just one more minute. Till replied. Till രാജാവ് അങ്ങനെ ചോദിച്ചപ്പോൾ എന്താണ് റിപ്ലൈ പറഞ്ഞത്? യുവർ ഹൈനസ്,
എന്താ പറയുന്നത്? മേ ഇറ്റ് പ്ലീസ് യു ടു റിമെമ്പർ മീ ആൻഡ് മൈ ഡോങ്കി ജെഫ്. നിങ്ങൾ എന്നെ ഒന്നും കൂടി ശ്രദ്ധിക്കണം. റിമെമ്പർ എന്ന് വെച്ചാൽ ഒന്നും കൂടി കേൾക്കണം എന്ന് പറയുകയാണ്. എന്നെയും എൻ്റെ ഡോങ്കിയായ ജെഫിനെയും. ഡോങ്കിയുടെ പേരെന്താണ്? ജെഫ് എന്നാണ് പേര്. ഒരു മിനിറ്റ് ഞങ്ങളെ ഒന്ന് ചിന്തിക്കണം, ഞങ്ങളെ പറ്റിയ ഒരു കാര്യം ഒന്ന് ഓർക്കണം. എന്നിട്ട് പറയാണ്, My donkey has been feeding himself fairly well all along the way on the thorns in the hedges and the grass on the roadside. എൻ്റെ ഡോങ്കി അവൻ ഇങ്ങനെ വിശന്നിരുന്നൊന്നുമില്ല. അവൻ എപ്പോഴും ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ വന്ന വഴി ഒരുപാട് വേലികളിൽ തോൺസ് ഇങ്ങനെ ചുറ്റി പടർന്ന് കിടക്കുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തോൺസ് ഇൻ ദ ഹെഡ്ജസ് എന്ന് പറഞ്ഞാലും ഗ്രോസ് ഓൺ ദ റോഡ് സൈഡ്, ഗ്രാസസ്, റോഡ് സൈഡിലുള്ള ഗ്രാസസും അതുപോലെ തന്നെ വേലികളിലുള്ള മുൾച്ചെടികളും അവനിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടാണ് വന്നിരുന്നതെന്ന് പറയുന്നു. ബട്ട് ഐ ഹാവ് ഹാഡ് നത്തിങ് ടു ഈറ്റ് ഫോർ ദ പാസ്റ്റ് 3 days. പാസ്റ്റ് 3 days എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഐ ഹാവ് ഹാഡ് ഞാനൊന്നും I have had nothing to eat for the past 3 days. My stomach has been complaining very loudly. എൻ്റെ സ്റ്റൊമക്കിൽ നിന്ന് വളരെ കംപ്ലൈനിങ് സൗണ്ട്സൊക്കെ വന്നുകൊണ്ടിരുന്നു. നമ്മൾ വിശക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് വരില്ലേ, ആ സാധനം. പെർഹാപ്സ് യുവർ ഹൈനസ്, അതുകൊണ്ട് ഹൈനസ് യു ക്യാൻ even hear it now. I have been feeding myself with dreams of good food and drink at your royal table. ഞാൻ വന്ന വഴി എന്താണ് ചിന്തിച്ചുകൊണ്ട് വന്നത്? എനിക്ക് വിശന്നിട്ട് ഞാൻ ചിന്തിച്ചത് മുഴുവൻ നിങ്ങളുടെ കോർട്ടിലുള്ള രുചികരമായ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ടേബിളിൽ നിരത്തി വെച്ചിരിക്കുന്ന ഭക്ഷണം എനിക്ക് കഴിക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ 3 ദിവസം കഴിച്ചു കൂട്ടിയതെന്ന് നമ്മുടെ കിങ്ങിനോട് ടില്ല് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. The Archduke smiled and said, Well, my dear fellow, you will certainly have something more solid than dreams to feed on. But where is your donkey? അപ്പോൾ നമ്മുടെ ആർച്ച് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കിങ്ങിന് ഇങ്ങനെ ചിരി വന്നിട്ട് പറയാണ്, വെൽ മൈ ഡിയർ ഫെലോ, എൻ്റെ പ്രിയ സുഹൃത്തെ, യു വിൽ സർട്ടൺലി ഹാവ് സംതിങ് മോർ സോളിഡ് ദാൻ ഡ്രീം ടു ഫീഡ് ഓൺ. നിങ്ങൾക്ക് തീർച്ചയായും ഞാൻ ഫുഡ് തരാം. നിങ്ങളുടെ ആ ഒരു സോളിഡ് ഡ്രീമിൽ നിന്ന് നിങ്ങളൊന്ന് ഇറങ്ങി വരൂ, ഞാൻ നിങ്ങൾക്ക് ഫുഡ് തരാമെന്ന് പറയാണ്. എന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങളുടെ ഡോങ്കി എവിടെ? ബട്ട് വെർ ഈസ് യുവർ ഡോങ്കി? നിങ്ങളുടെ ഡോങ്കി എവിടെയെന്ന് ചോദിക്കുന്നു. ഐ ലെഫ്റ്റ് ഹിംസെൽഫ് ഔട്ട്സൈഡ് ഓപ്പോസിറ്റ് ദ പാലസ്. ഞാൻ അവനെ പുറത്ത് നിർത്തിയിരിക്കുകയാണ്. ഐ ലെഫ്റ്റ് ഹിം ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ പുറത്ത് നിർത്തിയിരിക്കുന്നു. ഓപ്പോസിറ്റ് ദ പാലസ്, പാലസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞാൻ അവിടെ നിർത്തിയിരിക്കുന്നത്. I shall be most grateful if Jeff is looked after. He needs a little fodder and lodging at night, said Till. ഇപ്പം എന്താണ് ടില്ല് പറഞ്ഞത്? ഞാൻ വളരെ താങ്ക്ഫുള്ളായിരിക്കും. എൻ്റെ ജെഫിനെയും കൂടി നിങ്ങൾ നോക്കിയാൽ ഞാൻ വളരെ നിങ്ങളോട് ഒരു ഗ്രേറ്റ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഒരു താങ്കിങ് മെൻറ്റാലിറ്റിയോട് കൂടിയായിരിക്കും ഞാൻ നിങ്ങളെ നോക്കുന്നത്. He needs a little fodder and lodging at night. അവന് വേണ്ടത് എന്താണ്? ഒരു ഇച്ചിരി കാലിത്തീറ്റയും അല്ലെങ്കിൽ ഹേസില്ലേ, കാലിത്തീറ്റയും ഒരു കിടക്കാനൊരിടവും അവന് കൊടുത്താൽ മതി. ഒരു ലോഡ്ജിങ് എന്ന് പറഞ്ഞാൽ കിടക്കാനുള്ള സ്ഥലം, ലോഡ്ജസ് ഇല്ലേ, അതും മതിയെന്ന് നമ്മുടെ ടില്ല് പറഞ്ഞു. The Archduke immediately ordered the donkey to be taken care of and he added, Treat it like one of my own animals. ഉടനെ തന്നെ, ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ, ഉടനെ തന്നെ നമ്മുടെ ആർച്ച് ഡ്യൂക്ക് ഓർഡർ കൊടുത്തു, ഡോങ്കിനെയും കൂടി ടേക്ക് കെയർ ചെയ്യണം. എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നാണ് പറയുന്നത്? നമ്മുടെ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ആനിമലാണ് അവിടെ കിടക്കുന്നത്, അല്ലെങ്കിൽ കിങ്ങിൻ്റെ സ്വന്തം ആനിമലിനെ പോലെ നിങ്ങൾ അതിനെ കെയർ ചെയ്യണം എന്ന് നമ്മുടെ ആർച്ച് ഡ്യൂക്ക് ഒരു ഓർഡർ നമ്മുടെ കോർട്ടിലുള്ള മറ്റു ആൾക്കാർക്ക് കൊടുക്കുകയാണ്. ബിഫോർ ലോങ് സപ്പർ വാസ് സെർവ്ഡ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ വെഡിങ് ഫീസ്റ്റ്. അപ്പോൾ എങ്ങനെയായിരുന്നു? കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഡിന്നർ, നമ്മുടെ സപ്പർ വന്നു. എങ്ങനെയാണ് സെർവ് ചെയ്തത്? ആ ഒരു വെഡ്ഡിങ് ഫീസ്റ്റിന് സെർവ് ചെയ്യണ പോലെ ആയിരുന്നു നമ്മുടെ അവിടുത്തെ ആ ഒരു ഫുഡിൻ്റെ സെർവ് ചെയ്തത്, അല്ലെങ്കിൽ ടില്ലിന് ഫുഡ് സെർവ് ചെയ്ത രീതി എങ്ങനെയായിരുന്നു? വെഡ്ഡിങ് ഫീസ്റ്റിന് ഫുഡ് സെർവ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഫുഡ് കൊടുത്തതെന്നാണ് പറയുന്നത്. ദ ടേബിൾസ് വെർ ലോഡഡ് വിത്ത് എവറി കൈൻഡ് ഓഫ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്. ടേബിള് ഒരു ലോഡ് ഫുഡ് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഫുഡുണ്ട്, ഡ്രിങ്ക്സ് ഉണ്ട്, പലതരം ഫുഡ് ഐറ്റംസ് ഉണ്ട്. വൈൻ ഫ്ലോഡ് ലൈക്ക് വാട്ടർ
അപ്പോൾ അവിടുത്തെ മെയിൻ സാധനം എന്താണ്? വൈനാണല്ലേ. വൈൻ ഇല്ലെങ്കിൽ ബിയർ എന്ന് പറയുന്ന നമ്മുടെ ആൽക്കഹോളിക് കണ്ടന്റുള്ള വൈൻ ഇങ്ങനെ വെള്ളം പോലെ ഒഴുകി വരികയാണ്. The courtiers stuffed themselves with the choicest dishes. കോർട്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ കോർട്ടിലുള്ള വിശിഷ്ട വ്യക്തികൾ. അവരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പലതരം സ്റ്റഫ്സ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നു. The Archduke made Till eat. ആർച്ച് ഡ്യൂക്ക് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കിങ് ടില്ലിനെ തീറ്റിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. And drink until his stomach was about to burst. വയറ് പൊട്ടാവുന്നത് വരെ കഴിച്ചുകൊണ്ടിരിക്കും അല്ലേ. നമ്മുടെ അമ്മൂമ്മേനെയൊക്കെ നമുക്ക് ഉറക്ക ഈ സമയത്ത് അമ്മൂമ്മമാരെങ്ങനെ നമ്മളിങ്ങനെ തീറ്റിച്ചുകൊണ്ടിരിക്കും അല്ലേ ഏത് നേരം. ആ ഒരു പ്രതീതി തന്നെ നമ്മുടെ ടില്ലിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കിങ്ങിൻ്റെ അടുത്തുനിന്നാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ട് കഴിക്കുക. until his stomach was burst out ആവുന്ന വരെ, അല്ലെങ്കിൽ പൊട്ടിത്തെറിയുന്നത് വരെ കഴിക്കും എന്നാണ് ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. The Archduke too ate heartily. നമ്മുടെ ആർച്ച് ഡ്യൂക്കും ഒരുപാട് കഴിക്കുന്നുണ്ട്. ഈറ്റിൻ്റെ പാസ്റ്റാട്ടോ എയ്റ്റ്. ആൻഡ് ഹിസ് ഫേസ് വാസ് ഫ്ലഷ്ഡ് വിത്ത് ഡ്രിങ്ക്. അദ്ദേഹത്തിൻ്റെ ഫേസ് എന്ത് കളറായി? ഫ്ലഷ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ പൂസായിട്ടിരിക്കൂലേ, റെഡ് കളറായിട്ട് വരില്ലേ മുഖം, അതിനെയാണ് നമ്മൾ പറയുന്നത് ഫ്ലഷ്ഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ? ഹിസ് ഫേസ് വാസ് ടേൺസ് ടു ഫ്ലഷ് ഡ്യൂറിങ് ദ വൈൻ വാസ് ഡ്രാങ്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത്. ഹിസ് ഫേസ് വാസ് ഫ്ലഷ്ഡ് വിത്ത് ഡ്രിങ്ക് ബട്ട് ഹി സീംഡ് ലോസ്റ്റ് ഇൻ തോട്ട്. അദ്ദേഹം ഒരുപാട് ചിന്തകളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ് അല്ലേ. കുടിച്ചു കഴിഞ്ഞാലുള്ള ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നമ്മുടെ കിങ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഹി സഡൻലി ലുക്ക്ഡ് അപ്പ് ആൻഡ് സെഡ് ലൗഡ്ലി. അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ ചാടി എണീറ്റിട്ട് പറഞ്ഞു, അവർ കോട്ട് പെയിൻറ്റർ മസ്റ്റ് പെയിൻറ്റ് അവർ പോർട്രേറ്റ്. നമ്മുടെ കോട്ട് പെയിൻറ്ററായ തില്ല് എൻ്റെ ഒരു പോർട്രേറ്റ്, ഇല്ലെങ്കിൽ പോർട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം, ഇല്ലെങ്കിൽ എൻ്റെ ഒരു ഛായാചിത്രം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇതിനാണ് നമ്മൾ പോർട്രേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കിങ്ങിൻ്റെ പടം നമ്മുടെ ടില്ല് വരയ്ക്കണം, എൻ്റെ പടം ടില്ല് വരയ്ക്കണം എന്ന് നമ്മുടെ കിങ് ഇങ്ങനെ ഉറക്കെ പറഞ്ഞു. സോ ദാറ്റ് വി വിൽ ഹാവ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ലീവിങ് അവർ മെമ്മറി ടു അവർ ഡിസെൻഡൻസ്. എന്തിനു വേണ്ടിയിട്ടാണ് അത് വരയ്ക്കേണ്ടത്? എൻ്റെ പിൻഗാമികൾക്ക് എന്നെ ഓർക്കാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് വി വിൽ ഹാവ് ദ സാറ്റിസ്ഫാക്ഷൻ, ഇല്ലെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ നിന്ന് ഒരു മെമ്മറി ആയിക്കഴിഞ്ഞാൽ, ഞാൻ മരിച്ചു പോയാൽ എൻ്റെ പിൻഗാമികൾക്ക് ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം എൻ്റെ പെയിൻറ്റിങ്, അല്ലെങ്കിൽ എൻ്റെ പോർട്രേറ്റ് ടില്ല്, കോട്ട് പെയിൻറ്ററായ ടില്ല് വരക്കണമെന്ന് നമ്മുടെ രാജാവ്, അല്ലെങ്കിൽ നമ്മുടെ ആർച്ച് ഡ്യൂക്ക് പെട്ടെന്ന് ചാടി എണീറ്റ് പറഞ്ഞു. We too have to take our place in history along with our noble ancestors whose portraits adorn these walls. We too have to take our place in history. നമ്മുടെ ഈ ഒരു സ്ഥലവും ഒരു ഹിസ്റ്ററി, പഴയ ഹിസ്റ്ററി എന്ന് വെച്ചാൽ എന്താണ്? പഴയകാല സംഭവങ്ങൾ പോലെ എൻ്റെ ഈ ഒരു പെയിൻറ്റിങ് കാണുമ്പോൾ എൻ്റെ പുറകെ വരുന്ന ആൻസിസ്റ്റേഴ്സിനും, അല്ലെങ്കിൽ ഡിസെൻഡേഴ്സിനും തോന്നണം ഇങ്ങനെ ഒരു നോബിളായിട്ടുള്ള ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നണം എന്ന് പറയാണ്. ഈ വോളിൽ ആൻസിസ്റ്റേഴ്സിൻ്റെ പടങ്ങൾ ഇരിക്കുന്നത് പോലെ തന്നെ എൻ്റെ പടവും ഇരിക്കണം എന്ന് നമ്മുടെ കിങ്ങിനൊരു ആവശ്യം പറഞ്ഞു. ഇറ്റ് ഈസ് സെറ്റ് ടു തിങ്ക് ഓഫ് ഡെത്ത് വി ഡിഡ്. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് സെറ്റ് ടു തിങ്ക് ഓഫ് ഡെത്ത്. നമ്മൾക്ക് നമ്മുടെ മരണത്തിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. ആൻഡ് വി ഡു നോട്ട് നോ വെൻ ഗോഡ് വിൽ തിങ്ക് ഫിറ്റ് ടു സംവൺ അസ്, ബട്ട് അവർ പോർട്രേറ്റ് ഷുഡ് ബി പെയിൻറ്റഡ്. ഇപ്പം എന്താണ് നമ്മുടെ കിങ് പറഞ്ഞു നിർത്തുന്നത്? എന്നെ എപ്പോഴാണ് ദൈവം അങ്ങോട്ടേക്ക് വിളിക്കണേന്നൊന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ മരണസമയം എന്നാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. വി ഡു നോട്ട് നോ വെൻ ഗോഡ് വിൽ തിങ്ക് ഫിറ്റ് ടു സംവൺ അസ്. എന്നെ വിളിക്കുന്നത് എപ്പോഴാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ബട്ട് അവർ പോർട്രേറ്റ് ഷുഡ് ബി പെയിൻറ്റഡ്. പക്ഷേ എൻ്റെ പോർട്രേറ്റ് എന്നെ എന്തായാലും വരച്ച് വെക്കണം, അല്ലെങ്കിൽ എൻ്റെ ഒരു പെയിൻറ്റിങ് ടില്ല് വരയ്ക്കണമെന്ന് നമ്മുടെ കിങ്, അല്ലെങ്കിൽ നമ്മുടെ ആർച്ച് ഡ്യൂക്ക് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പാരഗ്രാഫ് നിൽക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു സൈഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത ആ ഒരു പാരഗ്രാഫ്സിലേക്ക് പോവാം. ഓക്കെ, സോ വാട്ട് ഈസ് ദ 6th ക്വസ്റ്റ്യൻ? വാട്ട് ഡസ് ടിൽ വിഷ് ടു ബിക്കം? എന്തായിരുന്നു ടില്ലിൻ്റെ ആ ഒരു വിഷ്? എന്താവണമെന്നായിരുന്നു ടില്ലിൻ്റെ ആഗ്രഹം? ടിൽ വിഷ്ഡ് ടു ബിക്കം ദ കോട്ട് പെയിൻറ്റർ.
കോർട്ടിലെ ഒരു പെയിൻറ്റർ ആവണമെന്നായിരുന്നു നമ്മുടെ ടില്ലിൻ്റെ വിഷ്, ആഗ്രഹം അതായിരുന്നു. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 7. ഡു യു തിങ്ക് ടിൽ ആൻഡ് ഹിസ് ഡോങ്കി ആർ ഹംഗ്രി? ഗീവ് റീസൺസ് ഫോർ യുവർ ആൻസർ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ടില്ലും അവൻ്റെ ഡോങ്കിയും ഹംഗ്രി അല്ലെങ്കിൽ വിശന്നിരിക്കുകയായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഗീവ് റീസൺസ് ഫോർ യുവർ ആൻസർ. നിങ്ങളുടെ ആൻസേഴ്സിന് റീസൺസ് കൊടുത്തുകൊണ്ടൊരു ആൻസർ ക്രിയേറ്റ് ചെയ്യാവോ? The donkey was not hungry as it was fed fairly well all along the way. നമ്മുടെ ഡോങ്കി ഹംഗ്രി ഒന്നും ആയിരുന്നില്ല. വന്ന വഴി ഫെൻസസിൽ നിന്നും ഇല്ലെങ്കിൽ ഗ്രാസസും റോഡ് സൈഡിലുള്ള ഗ്രാസസ് ഒക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് അവന് വലിയ ഹംഗ്രീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. The donkey was not hungry as it fed fairly well and along the way. But Till had nothing to eat for the last 3 days. പക്ഷേ Till എങ്ങനെയായിരുന്നു? He was very hungry because of he didn't eat past 3 days. അല്ലേ? അതുകൊണ്ട് അവന് വളരെ വിശപ്പുണ്ടായിരുന്നു. And the 8th question, what does the Archduke want Till to do? എന്തായിരുന്നു ആർച്ച്ഡ്യൂക്കിനോട് ടില്ല് ചെയ്യാൻ പറഞ്ഞത്? The Archduke wanted Till to paint his portrait so as to leave his memory to his descendants. എന്തായിരുന്നു? അയാളുടെ ആ ഒരു മെമ്മറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിൻഗാമികൾക്ക് അദ്ദേഹത്തിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പോർട്രേറ്റ് വരക്കണമെന്നാണ് നമ്മുടെ ആർച്ച്ഡ്യൂക്ക് ടില്ലിനോട് ആവശ്യപ്പെട്ടത്. ഓക്കെ, മനസ്സിലായ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ? നിങ്ങൾ ആ സൈഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ തന്നെ എഴുതി വെക്കുക, അല്ലെങ്കിൽ നോട്ട് ഉണ്ടെങ്കിൽ നോട്ടിലേക്ക് എഴുതി പോവാം കേട്ടോ. സോ വി വിൽ മൂവ് ടു അവർ മീനിങ് പാർട്ട്. മീനിങ്സിൽ എന്താണ് ഈ ഒരു ഇത്രയും പാരഗ്രാഫിൽ വരുന്ന മീനിങ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വേർഡ് ഈസ് സ്പ്ലെൻഡിഡ്. What do you mean by splendid? Yeah, that means beautiful. Embraced, hold closely to one's arm. അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുക എന്നാണ് എംബ്രേസ്ഡിൻ്റെ മീനിങ്. എംബ്രേസ്ഡ്. സ്പ്ലെൻഡിഡ് എന്താണ്? ബ്യൂട്ടിഫുൾ. എംബ്രേസ്ഡ് മീൻസ് ഹോൾഡ് ക്ലോസ്ലി ടു വൺസ് ആം. ഹെഡ്ജസ്, അ ഫെൻസ് ഓർ ബൗണ്ടറി. ഒരു ഫെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെഡ്ജസ് എന്താണ്? മതിലുകൾ. ഫെൻസസ് ഇല്ലേ, അല്ലെങ്കിൽ ഒരു ബൗണ്ടറീസിനെയാണ് നമ്മൾ ഹെഡ്ജസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വേർഡ് ഈസ് ഫോഡർ. ഫുഡ് എസ്പെഷ്യലി മെയ്ഡ് ഓഫ് ഹേ ഓർ സ്ട്രോ. ഫോഡർ എന്ന് പറഞ്ഞാൽ കാലിത്തീറ്റ. എന്തായിരിക്കും അതിൽ ഉണ്ടാക്കുന്നത്? ഹേസ് അല്ലെങ്കിൽ വൈക്കോല്, അതേപോലെ തന്നെ സ്ട്രോസ് ഒക്കെ ആയിരിക്കും അതിൽ വരുന്ന കാലിത്തീറ്റ. അറിയാലോ, പശുവിന് കൊടുക്കുന്ന ഫുഡിനെയാണ് നമ്മൾ ഫോഡർ എന്ന് പറയുന്നത്. കോട്രീസ് എന്താണ്? എ പേഴ്സൺ ഹു അറ്റൻഡ് എ റോയൽ കോർട്ട്. ഫ്ലഷ്ഡ്, സ്ട്രോങ് ഇമോഷൻ. നമ്മൾ ബിയറൊക്കെ കുടിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ പൂസായി പോവില്ലേ, ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഫ്ലഷ്ഡ് എന്ന് പറയുന്നത്. ഫ്ലഷ്ഡ് മീൻസ് ദാറ്റ് മീൻസ് എ സ്ട്രോങ് ഇമോഷൻ ദാറ്റ് വിൽ ഹാവ് സം ഡ്രിങ്ക് ഓർ അവർ ഫേസ് ബിക്കം റെഡ് ആൻഡ് ദ ചബ്ബി ഫേസസ് ആർ സീൻ ഇൻ ദാറ്റ് ടൈം. ഫ്ലഷ്ഡ് ഫേസസ്. ആൻഡ് ഡിസെൻഡൻറ്റ് മീൻസ് ഇൻഹെറിറ്റർ ഓർ പിൻഗാമികളെയാണ് നമ്മൾ ഡിസെൻഡൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വേർഡ് ഈസ് സമൺ മീൻസ് ഓർഡർ. നമ്മുടെ പറഞ്ഞില്ലേ ഇവിടെ, ഗോഡ് വിൽ തിങ്ക് ഫിറ്റ് ടു സമൺ അസ്. ഗോഡിനെ അറിയാൻ പറ്റുള്ളൂ നമ്മളെ എപ്പോഴാണ് വിളിക്കേണ്ടതെന്നല്ലേ. അതിനെയാണ് നമ്മൾ സമൺ എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ഓർഡർ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഓർഡറിനെയാണ് നമ്മൾ സമൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയും പാരഗ്രാഫ്സ് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, സോ ഡിയർ സ്റ്റുഡൻസ്, നെക്സ്റ്റ് we are going to discuss the 6th paragraph. Okay, 6th and 7th paragraphs. Okay, Till quickly replied, your lordship's slightest wish is to be command. All the same, I do feel rather unhappy about painting your lordship all by yourself. അപ്പോൾ നമ്മുടെ ടില്ല് ആ ഒരു സംസാരം, ഇല്ലെങ്കിൽ നമ്മുടെ ആർച്ച്ഡ്യൂക്ക് പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് എങ്ങനെയാണ് റിപ്ലൈ ചെയ്തത്? ലോർഡ്ഷിപ്പ്, യുവർ ലോർഡ്ഷിപ്പ്, ദാറ്റ്സ് യുവർ സ്ലൈറ്റസ്റ്റ് വിഷ്. നിങ്ങളുടെ ഒരു ചെറിയൊരു വിഷ് മാത്രമാണത്. പക്ഷേ നിങ്ങളുടെ ആ ഒരു വിഷിൽ ഞാൻ ഒട്ടും അൺഹാപ്പി അല്ല എന്ന് നമ്മുടെ ടില്ല് നമ്മുടെ രാജാവിനോട് പറയാണ്. ഓൾ ദ സെയിം ഐ ഡു ഫീൽ റാദർ അൺഹാപ്പി അബൌട്ട് പെയിൻറ്റിങ് യുവർ ലോർഡ്ഷിപ്പ് ഓൾ ബൈ യുവർ സെൽഫ്. നിങ്ങളുടെ മാത്രം, അല്ലെങ്കിൽ ആർച്ച്ഡ്യൂക്കിൻ്റെ മാത്രം ഒരു പെയിൻറ്റിങ് വരയ്ക്കാനായിട്ട് ഞാൻ ഒരിക്കലും ഒരു സന്തോഷവാനല്ല. എന്തുകൊണ്ടാണ്? കാര്യം എന്താണ്? നമുക്ക് നോക്കാം. It is not terrible to think of your lordship being lonely for ever and ever. അപ്പോൾ എന്താ പറയുന്നത്? നമ്മുടെ ലോർഡ്ഷിപ്പ് എപ്പോഴും ഒരു കാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? ഒറ്റയ്ക്ക് നിന്നാണല്ലേ, എല്ലാത്തിലും ഒറ്റയ്ക്ക്. അതുപോലെ തന്നെ പിക്ചർ വരയ്ക്കുമ്പോഴും താങ്കൾ ഒറ്റയ്ക്കാണ് അതിൽ, വേറെ ആരും താങ്കളുടെ ഒപ്പം ഇല്ല എന്നിങ്ങനെ നമ്മുടെ ടില്ല്
പറയാണ് നമ്മുടെ ലോർഡ്ഷിപ്പിനോട്. എന്നിട്ട് ഡോണ്ട് യു തിങ്ക് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, അപ്പോൾ എല്ലാവരോടും ചോദിക്കുകയാണ്, അവിടെയുള്ള എല്ലാവരോടും, നിങ്ങൾക്കും തോന്നുന്നില്ലേ ലോർഡ്ഷിപ്പ് ആ ഒരു പെയിൻറ്റിങ്ങിൽ ഒറ്റയ്ക്ക് നിൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങളൊന്ന് പറയൂ. ഈ നമ്മുടെ ലോർഡ്ഷിപ്പ് പറയുന്ന ഒരു സ്ലൈറ്റസ്റ്റ് ഡ്രീം ആണെങ്കിലും എനിക്ക് അതിന് ഒട്ടും അൺഹാപ്പിനെസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് വാട്ട്? ദ ലോർഡ്ഷിപ്പ് വെർ ഓൺലി ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്, അല്ലെങ്കിൽ ബീങ് ലോൺലി ഫോർ ദാറ്റ് പെയിൻറ്റിങ് അല്ലേ? അതുകൊണ്ട് എനിക്ക് ഒട്ടും ഒരു ഹാപ്പിനെസ് എനിക്ക് അതിൽ ഫീൽ ചെയ്യുന്നില്ല എന്ന് പറയുകയാണ്. അതെല്ലാവരുമായിട്ട് ചോദിക്കുന്നുണ്ട്. That His Highness should be accompanied at least by Her Highness, her ladies, the noble generals and captains who adorn this court. ഈ കോർട്ടിലുള്ള എല്ലാവരും തന്നെ, പ്രിൻസും പ്രിൻസസും പ്രിൻസസിൻ്റെ തോഴിമാരും നോബിൾസും അല്ലെങ്കിൽ ക്യാപ്റ്റൻസും എല്ലാവരും നമ്മുടെ ലോർഡ്ഷിപ്പിൻ്റെ ഒപ്പം ആ ഒരു പെയിൻറ്റിങ്ങിൽ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് നമ്മുടെ ടില്ല് പറയുന്നു. A court like this has few rivals in splendor, loveliness and chivalry. നമ്മുടെ ഈ ഒരു കോർട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു എനിമീസ് ഇല്ലാത്തത്. റൈവൽസ് എന്ന് പറഞ്ഞാൽ എനിമീസ്. റൈവൽസ് ഇൻ സ്പ്ലെൻഡർ എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്യൂട്ടിനെസ് കളയാൻ വേണ്ടിയിട്ട് ഒരു എനിമീസ് ഇല്ല. എല്ലാവരും സ്നേഹിതരാണ് അവിടെ. പിന്നെ എന്താണ് ചൈവർലി എന്ന് പറഞ്ഞാൽ ഒരു ദുരന്തമോ ഇല്ലെങ്കിൽ ഒരു ധീരത നിറഞ്ഞ ഒരു കോർട്ടാണ് നമ്മുടെ ഈ കോർട്ട് എന്ന് പറയുന്നത്. ഒരു ആപത്തും ഒരു ആൾക്കാർക്ക് തമ്മിലാണെങ്കിൽ സ്നേഹം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു കോർട്ടാണ് നമ്മുടേതെന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പെയിൻറ്റിങ്ങിൽ എല്ലാവരും നമ്മുടെ ലോർഡ്ഷിപ്പിൻ്റെ ഒപ്പം വേണമെന്ന് നമ്മുടെ ടില്ല് പറയുകയാണ്, എല്ലാവരോടുമായിട്ട് ചോദിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താണ് അദ്ദേഹം പറയുന്നത്? ടില്ല് എന്താ പറയുന്നത്? In the midst of such valor and beauty, I will make my lord and lady shine forth like the moon surrounded by lanterns. എന്നിട്ട് എന്താണ് പറയുന്നത്? ആ ഒരു ബ്യൂട്ടിനെസ്സിലും ഞാൻ വരയ്ക്കാൻ പോകുന്ന ആ ഒരു പെയിൻറ്റിങ്ങിൽ ധൈര്യമുള്ളതും, വാല്യൂർ എന്ന് പറഞ്ഞാൽ ധൈര്യമുള്ളത് എന്നാണ് മീനിങ്. ഓക്കെ, വാല്യൂർ ആൻഡ് ബ്യൂട്ടി, സുന്ദരമായിട്ടുള്ള അങ്ങയുടെയും അങ്ങയുടെ രാജ്ഞിയുടെ മുഖവും നിങ്ങളുടെ ആ ഒരു ധീരതയും തുളുമ്പി നിൽക്കുന്ന ആ ഒരു മുഖവും ഞാൻ എൻ്റെ പെയിൻറ്റിങ്ങിൽ ഇങ്ങനെ വരച്ച് വെക്കും. അതെങ്ങനെയായിരിക്കും ഞാനത് വരയ്ക്കാൻ പോകുന്നത്? ലോർഡ് ആൻഡ് ലേഡി ഷൈൻ ഫോർത്ത് ലൈക്ക് ദ മൂൺ. ഒരു മൂണിനെ പോലെ തിളങ്ങി നിൽക്കുന്ന നിങ്ങളുടെ ഒരു മുഖം ഞാനതിൽ വരയ്ക്കും. അതിന് ചുറ്റും എന്തുണ്ടാവും? ലാൻറ്റേൺസ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ റാന്തൽ വിളക്ക് പോലെ നിങ്ങളുടെ ആ മുഖം മൂണിനെ പോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കും എൻ്റെ ആ ഒരു പെയിൻറ്റിങ്ങിലെന്ന് നമ്മുടെ ടില്ല് പറയാണ് എല്ലാവരോടുമായിട്ടും. മനസ്സിലായോ പാരാഗ്രാഫ്? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ എന്തായാലും? ഇല്ല, നന്നായിട്ട് വായിക്കണേ പാരാഗ്രാഫ്. Till quickly replied, Your Lordship's slightest wish to be command. All the same, I do feel rather unhappy about painting your Lordship all by yourself. It is not terrible to think of yourselves, your Lordship being lonely for ever and ever. Don't you think, ladies and gentlemen, that His Highness should be accompanied at least by Her Highness, her ladies, the noble generals and captains who adorn this court? A court like this has few rivals in splendor, loveliness and chivalry. In the midst of such valor and beauty, I will make my lord and lady shine forth like the moon, surrounded by lanterns. Move to a 7th paragraph. The Archduke thought that it was a good idea. അപ്പോൾ നമ്മുടെ ആർച്ച് ഡ്യൂക്കിന് എന്ത് തോന്നി? അവൻ പറയുന്നത് ഒരു നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് പറയാണ്. വെൽ മൈ ഫ്രണ്ട്, യുവർ പെയിൻറ്റിങ് വിൽ ബി എ ഗ്രേറ്റ് പീസ് ഓഫ് ആർട്ട്. നിങ്ങളുടെ ഈ ഒരു പെയിൻറ്റിങ് എന്ന് പറയുന്നത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു പീസ് ഓഫ് ആർട്ടായിരിക്കുമെന്ന് നമ്മുടെ ആർച്ച് ഡ്യൂക്ക് ടില്ലിനോട് പറയാണ്. വാട്ട് റിവാർഡ് ഡു യു എക്സ്പെക്ട് ഫോർ? നിങ്ങളിതിന് എത്ര റിവാർഡാണ് അല്ലെങ്കിൽ എത്ര പൈസയാണ് നിങ്ങളിതിന് ഒരു റിവാർഡ് പോലെ എൻ്റെ അടുത്ത് നിന്ന് ചോദിക്കാൻ പോകുന്നതെന്ന് ആർച്ച് ഡ്യൂക്ക് ടില്ലിനോട് പറയുകയാണ്. 100 പീസ് ഓഫ് ഗോൾഡ്. നമ്മുടെ ടില്ല് പറഞ്ഞു അതിനൊരു 100 പീസ് ഓഫ് ഗോൾഡ് എനിക്ക് നിങ്ങൾ തരണം എന്ന് പറഞ്ഞു. യു ക്യാൻ പേ മീ നൗ ഓർ ലേറ്റർ ജസ്റ്റ് ആസ് യു പ്ലീസ്. യു ക്യാൻ പേ മീ നൗ ഓർ ലേറ്റർ. നിങ്ങൾക്ക് ഇപ്പോഴോ ഇല്ലെങ്കിൽ കുറച്ച് നേരം പെയിൻറ്റിങ് വരച്ച് കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് എനിക്ക് പേ ചെയ്യാം എന്ന് ഒരു താഴ്മയോടുകൂടി നമ്മുടെ ടില്ല് ലോർഡ്ഷിപ്പിനോട് പറയാണ്. ഹിയർ ആർ ദ 100 പീസ് ഓഫ് ഗോൾഡ്.
in advance, said the Archduke, giving him the gold. എന്നിട്ട് നമ്മുടെ ആർച്ച്ഡ്യൂക്ക് എന്താ ചെയ്തത്? ഉടനെ തന്നെ ഒരു 100 പീസ് ഓഫ് ഗോൾഡ് എടുത്ത് അദ്ദേഹത്തിൻ്റെ ടില്ലിനെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് പറയാണ്, നിങ്ങളുടെ അഡ്വാൻസ് പിടിച്ചോളൂ, നിങ്ങളത് വരച്ചോളൂ എന്ന് പറയാണ്. അപ്പോൾ മനസ്സിലായോ ഇത്രയും പാരഗ്രാഫ്? വലിയ രീതിയിൽ നമ്മുടെ രാജാവിനോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ മോഹിപ്പിക്കുന്നുണ്ട് ടില്ല്. അവസാനം എന്ത് ചെയ്യുന്നു? 100 പീസ് ഓഫ് ഗോൾഡിന് ആ ഒരു പെയിൻറ്റിങ് തരാമെന്ന് പറയുന്നു. ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ലോർഡ്ഷിപ്പ് ടില്ലിന് പൈസ കൊടുക്കുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാണണ്ടേ? ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ഈ സൈഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ സ്റ്റുഡൻസ്, ദീസ് ആർ സം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഫ്രം ദാറ്റ് പാരഗ്രാഫ്. Number 9. What does the sentence "we do not know when God will think fit to summon us" mean? എന്താണ് അതിൻ്റെ മീനിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? കിങ് പറഞ്ഞൊരു ഡയലോഗ് അല്ലേ അത്? എന്തായിരുന്നു? വാട്ട് ഡസ് ദ സെൻറ്റൻസ് "we do not know when God will think fit to someone else"? അതായത് എന്താണ് ദൈവം നമ്മളെ വിളിക്കണമെന്ന് അറിയാൻ പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്, എന്താണത് മീൻ ചെയ്തിരിക്കുന്നതെന്ന്. ഇറ്റ് മീൻസ് വി ഡു നോട്ട് നോ വെൻ വി വിൽ ഡൈ. നമ്മൾ എന്നാണ് മരിക്കുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല എന്നാണ് അതിൻ്റെ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10. വൈ ഡാസ് ടിൽ ഫീൽ അൺഹാപ്പി? എന്തുകൊണ്ടാണ് ടില്ലിന് വളരെ അൺഹാപ്പിനെസ് ഫീൽ ചെയ്തത്? ടിൽ വാസ് അൺഹാപ്പി because the Archduke asked him to paint him alone without the courtiers in the portrait. അദ്ദേഹം പറഞ്ഞത് കോർട്ടിലുള്ള എല്ലാവരെയും ആ പെയിൻറ്റിങ്ങിൽ ഉൾപ്പെടുത്തണം, അല്ലാതെ കിങ്ങിൻ്റെ ഒറ്റയ്ക്കുള്ള പിക്ചർ വരയ്ക്കാൻ എനിക്ക് ഒരു ഹാപ്പിനെസ് തോന്നുന്നില്ല എന്നാണ് ടില്ല് ഉദ്ദേശിച്ചത്. ഓക്കെ, അതുകൊണ്ടാണ് ടില്ല് അവിടെ അൺഹാപ്പി ആയിട്ടിരുന്നത്. ടിൽ വാസ് അൺഹാപ്പി ബിക്കോസ് ദ ആർക്ഡ്യൂക്ക് ആസ്ക്ഡ് ഹിം ടു പെയിൻറ്റ് ഹിം അലോൺ വിത്തൗട്ട് ദ കോർട്ടിയേഴ്സ് ഇൻ ദി portrait. Okay, and the last question, who are compared to the moon and lanterns? ആരെയാണ് അവിടെ ടില്ല് മൂൺ ആൻഡ് ലാൻറ്റേൺസ് എന്നൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്തത്? അല്ലെങ്കിൽ സൂര്യൻ്റെ പോലെ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്ന തരത്തിലുള്ളൊരു പെയിൻറ്റിങ് ആയിരിക്കും ഞാൻ എൻ്റെ ലോർഡ്ഷിപ്പിൻ്റെ അല്ലെങ്കിൽ പ്രിൻസസിൻ്റെയും പെയിൻറ്റിങ് ഞാനവിടെ വരയ്ക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത് ആരുടെയൊക്കെ ആയിരിക്കും? അത് നമ്മൾ പറഞ്ഞല്ലേ. നോക്കാം, ആൻസർ നോക്കാം. The Lord and the Lady are compared to the moon and the courtiers are compared to the lanterns. ഓക്കെ, ആരൊക്കെയാണ്? ലോർഡിനെയും ലോർഡ് ലേഡീനെയുമാണ് നമ്മളവിടെ മൂൺ ആൻഡ് ലാൻറ്റേൺസ് എന്നൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്തത്. ഓക്കെ ആണോ? മനസ്സിലായോ എല്ലാവർക്കും? ഈ ഇത്രയും 3 ക്വസ്റ്റ്യൻസാണ് അത്രയും പാരഗ്രാഫിലുള്ളത്. അപ്പോൾ നിങ്ങൾ ശരിക്കും വായിക്കുക. ഇനി അതിൻ്റെ മീനിങ്സ് 2-3 വേർഡ്സിൻ്റെ മീനിങ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് സ്പ്ലെൻഡർ? എന്താണ് നമ്മൾ പറഞ്ഞു? ബ്യൂട്ടിഫുൾ ആണ്. സറൗണ്ട് എന്താ? സറൗണ്ട് ചുറ്റുപാടും അല്ലേ. പിന്നെ ചൈവാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ധീരതേനൊക്കെ നമ്മൾ പറയുന്നതാണ് ചൈവാലി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് വേർഡ്സിൻ്റെ മീനിങ്സും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കൂ, അഡോൺ എന്താണ്? മേക്ക് മോർ ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ്. നിങ്ങളെ ഞാൻ അത്രയും അല്ലേ മൂൺ ആൻഡ് ലാൻറ്റേൺസ് നിൽക്കുന്ന പോലെ അത്രയും അട്രാക്റ്റീവായിട്ട് ചെയ്യും എന്നുള്ള ഒരു മീനിങ് ആണ് ഡോൺ. അല്ലെങ്കിൽ മേക്ക് മോർ ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവായിട്ട് നിങ്ങളതിൽ ഞാൻ ചിത്രീകരിക്കുന്ന നമ്മുടെ ടില്ല് പറയുന്നതാണ് ആ ഒരു വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ആൻഡ് വാലർ മീൻസ് ഗ്രേറ്റ് കറേജ് ഇൻ ദ ഫേസ് ഓഫ് ഡേഞ്ചർ. അതായത് ഒരു ധീരത നിറഞ്ഞ മനുഷ്യൻ എന്നൊക്കെ പറയത്തില്ലേ, അതിനാണ് നമ്മൾ വാലർ എന്ന് പറയുന്നത്. വാലർ മീൻസ് ഗ്രേറ്റ് കറേജ് ഇൻ ദ ഫേസ് ഓഫ് ഡേഞ്ചർ. ഓക്കെ, and the next word is lantern, a lamp with a transparent case protecting the flame or electric bulb. നമ്മൾ ഈ ലാൻറ്റൻസ് കണ്ടിട്ടില്ലേ, ഇങ്ങനെ ആകാശത്തേക്ക് പൊക്കി വിടുന്ന ഒരു സൈസ് ലൈറ്റ്. പഴയ കാലത്താണ് ഈ ലാൻറ്റൻസ് കൂടുതലുണ്ടായിരുന്നത്. ഓക്കെ, അതാണ് എങ്ങനെ ഇരിക്കുന്നത്? ലാമ്പ് വിത്ത് എ ട്രാൻസ്പെറൻറ്റ് കേസ് ആയിരിക്കും അതിന് പ്രൊട്ടക്റ്റിംഗ് ദ ഫ്ലെയിം ഓഫ് ഇലക്ട്രിക് ബൾബ്. ഇലക്ട്രിക് ബൾബിൻ്റെ ആ ഒരു ഫ്ലെയിമിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ഹാസ് എ ട്രാൻസ്പെറൻറ്റ് കവറിങ്. അത്തരത്തിലുള്ള ഒരു ലാമ്പിനെയാണ് നമ്മൾ ലാൻറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വേർഡ് ഈസ് റൈവൽ. റൈവൽ മീൻസ് എനിമി. നെക്സ്റ്റ് വേർഡ് ഈസ് റിവാർഡ്, a thing given in recognition of several effort or achievement. I hope all you ever understand this 7th until the 7th paragraph.
ഓക്കെ, ആൻഡ് വി വിൽ മീറ്റ് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. എല്ലാവർക്കും മനസ്സിലായില്ലേ മീനിങ്സും കാര്യങ്ങളൊക്കെ? ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ലല്ലോ, ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യോ, ഇല്ലെങ്കിൽ എന്നോട് ഡയറക്റ്റായിട്ട് ചോദിക്കുകയോ ചെയ്യാം. എൻ്റെ നമ്പറെല്ലാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക. പിന്നെന്താ, പാരാഗ്രാഫ്സിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ അടുത്ത നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാകുന്നില്ല എന്നാണെങ്കിൽ എന്നോട് പറയണം കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നമ്മൾ അതേപോലെ തന്നെ ഓരോ പാരാഗ്രാഫ് കഴിയുന്തോറും ഓരോ പേജസിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. സോ സ്റ്റുഡൻസ്, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി കാണാം. ഓക്കെ.